بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد أم خلقوا من غير شيء أم هم الخالقون أم خلقوا السماوات والأرض بل لا يوقنون صدق الله مولانا العلي العظيم. ആമുഖം നീട്ടുന്നില്ല, വിഷയത്തിലേക്ക് കടക്കുകയാണ്. ദൈവാസ്തിക്യം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു വിശദീകരണം നൽകാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ അഗ്രസരരാണ് മനുഷ്യർ എന്ന് നമുക്കറിയാം. ഇതര ജീവികളിൽ നിന്ന് മനുഷ്യരെ വ്യതിരക്തമാക്കുന്നത് ധിഷണയാണ്. അൽ അഖ്ല് എന്ന് നമ്മുടെ ഭാഷയിൽ പറയും. ഗ്രാഹ്യശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാര്യകാരണ ബന്ധങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ ചിന്തിച്ച് ഗ്രഹിക്കാനും കാര്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാനും ഉള്ള ശേഷി ഉള്ള മനുഷ്യർ ഇതര ജീവികൾക്ക് ഇല്ലാത്ത ഈ ഒരു ശേഷി നമുക്കുള്ളതുകൊണ്ട് അറിയുന്ന കാര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് മറ്റുള്ള വിഷയങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാനും അതിനെ ഗ്രഹിക്കാനും നമുക്ക് കഴിയും. മനുഷ്യരുടെ നരവംശത്തിന്റെ ചരിത്രമെടുത്താൽ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ പുരോഗതികളൊക്കെയും മനുഷ്യൻ ആലോചിക്കുന്നു, അവൻ ചിന്തിക്കുന്നു, അവൻ കണ്ടെത്തുന്നു, അന്വേഷിക്കുന്നു. ഇത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലുള്ള പുരോഗതികളൊക്കെ അവൻ ഉണ്ടാക്കിയെടുക്കാൻ ഉള്ള അവസരം ഉണ്ട്. വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. നമ്മെ പ്രസവിക്കപ്പെടുമ്പോൾ ആ സന്ദർഭത്തിൽ നമുക്കില്ലാത്ത ആശയങ്ങളും അറിവുകളും മുഴുവനും പിന്നീട് അന്വേഷിച്ച് കണ്ടെത്താനും ഉൾക്കൊള്ളാനും നമുക്ക് കഴിയുന്നു. അതേ സമയത്ത് ഇതര ജീവികൾ, അവരെ സംബന്ധിച്ചിടത്തോളം കാട്ടിലെ സിംഹം, ഞാനൊരു ഉദാഹരണം പറയുകയാണ്. എര പിടിക്കുന്നത് ഇന്നലെയും ഇന്നും എന്നും ഒരേ രൂപത്തിലാണ് നാം കാണുന്നത്. അതിലൊരു ചിന്തിച്ചുകൊണ്ട് ഞാൻ ആരോഗ്യം ക്ഷയിച്ചു കഴിയുമ്പോൾ ഇരകളുടെ പിന്നാലെ ഓടി എനിക്ക് എര പിടിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് ആലോചിച്ചുകൊണ്ട് ഇതിനൊരു പുരോഗതി ഉണ്ടാവണമെന്നുള്ള നിലയിൽ പോകുന്ന മാൻപാടകൾ പോകുന്ന വഴിയിൽ ഒരു കുഴി കുഴിച്ച് അതിന്റെ മുകളിൽ എന്തെങ്കിലും ചില ചവറുകൾ വെച്ച് മാൻകൂട്ടങ്ങൾ പോകുമ്പോൾ അതിൽ വീഴും, എന്നാൽ എനിക്ക് മയ്യനങ്ങാതെ അതെടുത്ത് കഴിക്കാം. ഇങ്ങനെ ഒരു ചിന്ത അതിനുണ്ടാകുന്നില്ല. അങ്ങനെ ചിന്തിക്കാനോ പുരോഗതി ഉണ്ടാക്കുവാനോ കഴിയുന്നതല്ല. ആ നിലക്ക് മനുഷ്യരും ഇതര ജീവികളും തമ്മിലുള്ള ഈ ധിഷണ ശക്തി, ഗ്രാഹ്യശക്തി, അത് വെച്ചുകൊണ്ട് ചില വിഷയങ്ങളാണ് അല്ലാഹുമായി, ദൈവവുമായി ബന്ധപ്പെട്ട് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് തന്നെ സൃഷ്ടാവിന്റെ സാന്നിധ്യം ഈ ബുദ്ധി വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ 2 ആർഗ്യുമെന്റുകൾ സമർപ്പിക്കുകയാണ്. ഒന്ന്, ദി കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്. പ്രപഞ്ചഘടന ശാസ്ത്രപ്രകാരം
ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവിന്റെ പിന്നിലും കാരണങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. കാര്യങ്ങളുടെ പിന്നിലൊക്കെ കാരണങ്ങളെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. കോസ് ആൻഡ് എഫക്റ്റ് എന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ വിഷയങ്ങളും. അത് പിന്നിൽ കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളുടെ പിന്നാമ്പുറങ്ങൾ തെരഞ്ഞ് 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 ആദ്യ കാരണത്തെ നമ്മൾ ആലോചിക്കുമ്പോൾ ചിന്തിച്ചാൽ ആ ആദ്യ കാരണം ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഏത് ചിന്തിക്കുന്നവർക്കും അവിടെ നൽകുന്ന ഉത്തരം ഏതാണോ അത് ദൈവമായിരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. നമുക്കറിയാം, നമ്മുടെ കേരളം കേരവൃക്ഷങ്ങളുള്ള നാടാണ്. നാളികേരം ഉണ്ടാകുന്നത് നമ്മൾ നേരെ കാണുന്നത് തെങ്ങിൽ നിന്നാണ്. എന്നാൽ തെങ്ങ്, ആ നാളികേര വൃക്ഷം ഉണ്ടാകുന്നത് നാളികേരത്തിൽ നിന്നാണ്. അതിപ്പോ നിലവിൽ നമ്മുടെ മുമ്പിൽ എത്തിക്കപ്പെട്ട ഈ നാളികേരത്തിൽ നിന്നല്ലല്ലോ, അതിന്റെ മുമ്പ് ഉള്ള ഒന്നിൽ നിന്നായിരിക്കും അതുണ്ടാകുന്നത്. അതേതിൽ നിന്ന്? അതിന്റെ തൊട്ടു മുമ്പ് ഒന്നിൽ നിന്ന്. ഇങ്ങനെ അതിന്റെ പിന്നാമ്പുറം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ നാളികേരം മറ്റൊരു വൃക്ഷത്തിൽ നിന്ന്, അത് മറ്റൊരു നാളികേരത്തിൽ നിന്ന്, ഇങ്ങനെ പിന്നാമ്പുറത്തിലേക്ക് പോയാൽ തസൽസുൽ എന്ന അറബിയിൽ പറയും അതിനൊരു എന്തില്ലെങ്കിൽ, അഥവാ അനന്ത പക്ഷാത്ഗമനം. അനന്തമായ ആ അനന്ത ശൃംഖല ദോഷം അവിടെ വരും. ഇത് എവിടെയെങ്കിലും ഒന്ന് അറ്റമാകുന്നില്ലെങ്കിൽ, ഒന്നിരിക്കൽ ഒരു നാളികേരം, നാളികേര വൃക്ഷമില്ലാതെ, തെങ്ങില്ലാതെ ഒരു നാളികേരം വേണം. അല്ലെങ്കിൽ അതില്ലാതെ, തേങ്ങയില്ലാതെ ഒരു തെങ്ങ് വേണം. രണ്ടാലൊന്ന് ഇല്ലായ്മയിൽ നിന്നുണ്ടാകാതെ ഇവിടെ ഇതിന്റെ ശൃംഖല അവസാനിക്കുന്നില്ല. അതാരുണ്ടാക്കി? ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. ജലമെടുക്കുമ്പോൾ നമ്മൾ പറയും ഹൈഡ്രജൻ അതിന്റെ പിന്നിലുണ്ട്. അതെവിടെന്ന് അങ്ങനെ അതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങളുണ്ട്, അതിന്റെ ഇല്ലത്തുകൾ, കാരണങ്ങൾ. ആ കാരണങ്ങളെ തെരഞ്ഞ് പിന്നോട്ട് പോകുമ്പോ ആദ്യ കാരണമേത് എന്നൊരു ചോദ്യം അവിടെയും വരും. അതവിടെ അവസാനിക്കേണ്ടതുണ്ട്. ഒരു കാരണം അവസാനിക്കത്തിടത്തോളം കാലം അനന്തമായി ആ ശൃംഖല അങ്ങ് പോവുകയാണ് എങ്കിൽ ഈ സാധനങ്ങളൊന്നും ഇല്ല എന്നാണ് നമ്മുടെ ബുദ്ധി പറയുക. അവിടെ ബുദ്ധിയെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മറുപടി വേണം. അത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഞാൻ ഒന്നുകൂടി പറയാം. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ, ഞാൻ ആദ്യം ഓതിയ ഒരു ആയത്തുണ്ട്, അം ഖുലിഖൂ മിൻ ഗൈരി ശൈ. ഒരു കാരണവുമില്ലാതെ, അം ഖുലിഖൂ മിൻ ഗൈരി ശൈ, ഒരു കാരണവുമില്ലാതെ ഈ നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടോ എന്നൊരു ചോദ്യം ഖുർആൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉന്മക്ക്, നിങ്ങളുടെ ഉന്മയുടെ പിന്നിലുള്ള കാരണം ഏത് എന്നൊരു ചോദ്യം ചോദിക്കാൻ നമ്മോട് പല രൂപത്തിൽ പറയുന്നുണ്ട്. ഖുൽ സീറൂ ഫിൽ അർദ് ഫൻദുറൂ കൈഫ ബദഅൽ ഖൽഖ്. ഈ സൃഷ്ടിപ്പിന്റെ തുടക്കം അത് എങ്ങനെയായിരുന്നു, ഇത് ആലോചിക്കാൻ വേണ്ടി ഖുർആൻ നമ്മോട് പറയുന്നു. ആ നിലക്ക് ഒന്നാമത്തത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, കാര്യങ്ങൾക്കൊക്കെ പിന്നിൽ കാരണങ്ങളുണ്ട്. കാരണങ്ങളില്ലാതെ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിൽ പ്രപഞ്ചമെന്ന കാര്യത്തിന്റെ പിന്നിലെ കാരണക്കാരൻ ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ബുദ്ധിയെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഉത്തരം, അതാണ് ദൈവം എന്ന് ഒന്ന്. രണ്ടാമത്തെ ഞാൻ പറഞ്ഞ ആർഗ്യുമെന്റ് കണ്ടിൻജൻസി ആർഗ്യുമെന്റ്. നമ്മളിവിടെ പ്രപഞ്ചത്തില് കാണുന്ന ഉന്മകൾ മൂന്ന് രൂപത്തിലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് ഇല്ലായ്മയിൽ നിന്നുണ്ടായതാണ്, മുംകിനുൽ വുജൂദ് എന്ന് പറയും, കണ്ടിൻജന്റായ, അഥവാ അതിന്റെ ഉന്മക്ക് മറ്റൊന്നിനെ ആശ്രയിക്കുന്നതാണ്. പ്രപഞ്ചത്തെ സംബന്ധിച്ച് തന്നെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് 1380 കോടി വർഷം പിന്നോട്ട് നടന്നാൽ ഇതിന്റെ തുടക്കമാകുമെന്ന് എല്ലാവരും പറയുന്ന കാര്യമാണ്. എങ്കിൽ അതിന്റെ മുമ്പ് ഇതിന്റെ അവസ്ഥ എന്തായിരുന്നു? ഇല്ലായ്മയിൽ നിന്ന് ഇതിനൊരു തുടക്കമുണ്ട് എങ്കിൽ ഇതിന് അതും ഇല്ലായ്മ എന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നു.
ഉന്മയും ഇല്ലായ്മയും, ഉന്മ പ്രാപിക്കലും അതുമ് എന്ന് പറയുന്ന ഇല്ലായ്മയും സമമായ മുംകിനുൽ വുജൂദ് എന്ന് നമ്മുടെ ഭാഷയിൽ പറയും, കണ്ടിൻജന്റ്. അങ്ങനത്തെ ഒന്നും ഒരു തുലാസിന്റെ സമമായ രണ്ട് തട്ടുകൾ. അങ്ങനെയെങ്കിൽ അതിൽ ഒരു തട്ട് താഴണമെങ്കിൽ അതിലൊരു ഭാരം പ്രവേശിക്കണം. പിന്നിലൊരു ഫോഴ്സ് ഇല്ലാതെ അതിന്റെ ഒരു തട്ട് താഴുക എന്ന് ബുദ്ധി സമ്മതിക്കുന്ന കാര്യമല്ല. തുലാസിന്റെ സമമായ രണ്ട് തട്ടിൽ ഒന്ന് താന്നു എങ്കിൽ അത് ഏത് ഫോഴ്സ്, ഒരു ഫോഴ്സ് പ്രവർത്തിക്കാതെ താഴുകയില്ല എന്നതുപോലെ മുംകിനുൽ വുജൂദ്, ഉണ്ടാവലും ഇല്ലാതിരിക്കലും സമമായ, ഉന്മ പ്രാപിക്കലും ഇല്ലാതിരിക്കലും സമമായ കണ്ടിൻജന്റായ ഒരു വസ്തു അത് ഉന്മ പ്രാപിച്ചു എങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഫോഴ്സ് വേണം. അത് ആരാണ്? അല്ലെങ്കിൽ തർജീഹി ബിലാ മുറജ്ജിഹ്. ഞാൻ ആ വാചകം ഉപയോഗിക്കുന്നത് നമ്മുടെ സദസ് എന്നുള്ള നിലയിൽ അങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഒരു ഫോഴ്സ് ഇല്ലാതെ സ്വയം ഒരു കാര്യം ഉണ്ടാവുക എന്നുള്ളത് അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇ, ഒന്നുമില്ലാതെ അത് ബുദ്ധി സമ്മതിക്കുന്ന കാര്യമല്ല. അതുപോലെ ഇങ്ങനെ ഒരു ഫോഴ്സ് അതിന്റെ പിന്നിൽ വേണമെന്നുണ്ട് എങ്കിൽ, നേരത്തെ പറഞ്ഞ ഒരു മുസബ്ബിബുൽ അസ്ബാബ് വേണമെന്നുണ്ട് എങ്കിൽ, മൂന്നാമത്തെ ഒരു വിഷയം ആ മുസബ്ബിബുൽ അസ്ബാബ് അല്ലെങ്കിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ആ കാരണം ഇല്ലത്ത് ഫായിലിയ എന്ന് ഗ്രീക്ക് തത്വചിന്തകന്മാരായ അരിസ്റ്റോട്ടൽ അടക്കം പറഞ്ഞു. ഒരു കർമ്മത്തിന് 4 ഫായിലുകൾ, 4 ഇല്ലത്തുകൾ ഉണ്ടാവും, കാരണങ്ങൾ, നിമിത്തങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇല്ലത്ത് ഫായിലിയ, കർത്താവ് വേണ്ടി വരും. ആ വേണമെന്ന് പറയുന്ന ഈ മുസബ്ബിബുൽ അസ്ബാബ് അതിന്റെ സ്വഭാവം എന്തായിരിക്കും? എല്ലാ കാര്യത്തിനും കാരണം വേണമെന്ന് പറയുമ്പോൾ ആ കാരണം മുസബ്ബിബുൽ അസ്ബാബ്, അതിനും വേണ്ടേ കാരണം? സൃഷ്ടാവ് എന്ന് പറയുമ്പോൾ ആ സൃഷ്ടാവിനൊരു സൃഷ്ടാവ് വേണ്ടേ എന്നൊരു ചോദ്യം അവിടെ വരും. അതിനാണ് ഓർമ്മപ്പെടുത്തുന്നത് ഈ ആശ്രയിക്കപ്പെടുന്ന ഈ മുസബ്ബിബ് അല്ലെങ്കിൽ ഈ ആദ്യ കാരണം, ആ ആദ്യ കാരണം നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ സ്വഭാവമുള്ളതാകാൻ പാടില്ല എന്ന് നമ്മുടെ ബുദ്ധി തേടുന്നു. കാരണം അതും കണ്ടിൻജന്റ് ആണെങ്കിൽ, അതിനും ഉന്മക്ക് മറ്റൊന്നിനെ ആശ്രയിക്കപ്പെടുന്നതാണ് എങ്കിൽ, അതും ആശ്രയിക്കപ്പെടുന്നതും ഈ സ്വഭാവമുള്ള കണ്ടിൻജന്റ് ബീങ് ആണ് എങ്കിൽ അതിനു മറ്റൊന്ന് വേണ്ടി വരും. അപ്പോൾ പിന്നെ അതിനു മറ്റൊന്ന് വേണ്ടി വരും. ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ അനന്ത ശൃംഖലാദോഷം അവിടെയും വരും. അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആശ്രയിക്കപ്പെടുന്ന ആദ്യ കാരണം അത് നെസസറി ബീങ് ആവണം, അഥവാ ഉന്മക്ക് മറ്റൊന്നിനെ ആശ്രയിക്കാത്തതായിരിക്കണം എന്ന് നമ്മുടെ ബുദ്ധി തേടുന്നുണ്ട്. വാജിബുൽ വുജൂദ്, ഉന്മ സഹജ സ്വഭാവമുള്ളതായിരിക്കണം, അതിന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല ഉന്മക്ക്. അങ്ങനത്തെ ഒന്നിന്റെ ആവശ്യം ആദ്യ കാരണമായിട്ടുണ്ടാകണമെന്ന് നമ്മുടെ ബുദ്ധി തന്നെ നമ്മോട് പറയുന്നു. ഇതൊന്നും പ്രത്യേകമായ മറ്റു കാര്യങ്ങൾ പറയേണ്ടതില്ല. ഈ രൂപത്തില് കാര്യങ്ങൾക്കൊക്കെ കാരണം വേണമെന്നുണ്ടെങ്കിൽ ആദ്യ കാരണം അതാരാണ്? അങ്ങനെയുള്ള ആദ്യ കാരണം അല്ലെങ്കിൽ കണ്ടിൻജന്റായ ഈ വസ്തുവിന് ഒരു നെസസറി ബീങ് പിന്നിൽ വേണം. ഇങ്ങനെ ഈ 2 കാര്യങ്ങൾ മുമ്പിൽ വെക്കുമ്പോ വാജിബുൽ വുജൂദ്, ഉന്മക്ക് മറ്റൊന്നിനെ ആശ്രയിക്കാത്ത വിധം സ്വഭാവമുള്ള അഥവാ ഉന്മ സഹജ സ്വഭാവമായ ഒരു സൃഷ്ടാവിന്റെ ആവശ്യം ഈ പ്രപഞ്ചം നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഓതിയ ആയത്ത് അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇ, പരിശുദ്ധ ഖുർആൻ തന്നെ ഒരിടത്ത് പറയുന്നുണ്ട്, വല്ലാഹു ഹുവൽ ഗനി, സൃഷ്ടാവെന്ന് പറയുന്നത് അവന് ഉന്മക്ക് മറ്റൊന്നിനെ ആശ്രയിക്കാത്തവനാണ്. ഇടക്കിടക്ക് സൃഷ്ടാവ് ആരാണെന്ന് പരിചയപ്പെടുത്തി തരുന്നിടത്തൊക്കെ സൃഷ്ടാവ് അല്ലാഹു വൽ ഗനി അൻതുമുൽ ഫുഖറാ, നിങ്ങൾ ഉന്മക്ക് മറ്റൊന്നിനെ ആശ്രയിക്കുന്നവരാണ്. അതേ സമയത്ത് സൃഷ്ടാവിന്റെ സ്വഭാവം, സൃഷ്ടാവ് ഉന്മക്ക് മറ്റൊന്നിനെ ആശ്രയിക്കാത്തതാണ്. അങ്ങനെ ആശ്രയിക്കാത്ത സ്വഭാവമുള്ളതാണ് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള സൃഷ്ടാവ് എന്ന് കണ്ടെത്താത്ത കാലത്തോളം നിങ്ങളെ ബുദ്ധി തൃപ്തിപ്പെടുകയില്ല. ഖുർആൻ പറയുന്നു, അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്, ഉന്മക്ക് മറ്റൊന്നിനെ ആശ്രയിക്കാത്ത കാരണത്തെ പറയാത്ത കാലത്തോളം നിങ്ങളെ ബുദ്ധി, നിങ്ങളുടെ മനസ്സ്
പിന്നെയും കാരണങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും. അലാ ബിദിക്രില്ല, അല്ലാ എന്ന് പറയുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ അല്ലാ എന്ന് എന്തിനാണ് പറയുക എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ആ സ്വഭാവമുള്ളതിനെ അല്ലാഹു എന്ന് പറയുള്ളൂ. ഉന്മക്ക് മറ്റൊന്നിന്റെ ആശ്രയിക്കാത്ത, അഥവാ ഉന്മ സഹജ സ്വഭാവമുള്ള, അത് മുൻകടക്കാത്ത, ഹുവൽ അവ്വൽ, ആദ്യ മുസബ്ബിബ് അവനാണ്. അങ്ങനത്തെ സ്വഭാവമുള്ളതിനെ ഇലാഹു, സൃഷ്ടാവ് എന്ന് പറയുകയുള്ളൂ. അപ്പോൾ പിന്നെ സൃഷ്ടാവിന്റെ സൃഷ്ടാവ് എന്ന ചോദ്യം അത് ബുദ്ധിയല്ല, ആ ചോദ്യം തന്നെ ശരിയല്ല. കാരണം സൃഷ്ടാവ് എന്ന് പറയുമ്പോൾ തന്നെ സൃഷ്ടിക്കാണ് സൃഷ്ടാവ് വേണ്ടത്, സൃഷ്ടാവിനല്ലല്ലോ. കാരണം സൃഷ്ടിക്ക് സൃഷ്ടാവ് വേണം. സൃഷ്ടാവും സൃഷ്ടികളിൽപ്പെട്ടതാണെങ്കിൽ ആ സൃഷ്ടിക്ക് വീണ്ടും സൃഷ്ടാവ് വേണം. അങ്ങനെ അനന്തമായി പോയി കഴിഞ്ഞാൽ, അനന്തമായാൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അവിടെ എന്ത് വേണം? ഈ എന്റിറ്റി അത് തേടുന്നു. ആ മുസബ്ബിബ് അവൻ സൃഷ്ടിയല്ല, അവൻ സൃഷ്ടാവാണ്, ഇലാഹാണ്, സൃഷ്ടാവാണ്. സൃഷ്ടാവെന്ന് പറയുമ്പോ ഉന്മക്ക് മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മറ്റൊന്ന് ഖുർആൻ തൊട്ടടുത്ത് ചോദിക്കുന്നു, ഖുലുഖു മിൻ ഗൈരി ശൈ. നിങ്ങൾ ഒരു കാരണവുമില്ലാതെ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു, സൃഷ്ടിയുണ്ടാകുന്നു എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്? ഇല്ല. അം ഹുമുൽ ഖാലിഖൂൻ, അല്ല, നിങ്ങൾ തന്നെ നിങ്ങളെ സൃഷ്ടിക്കുകയോ? ഖുർആന്റെ ഒരു ചോദ്യം, അം ഹുമുൽ ഖാലിഖൂൻ, നിങ്ങൾ തന്നെ സൃഷ്ടിക്കുകയോ? ഒരു വസ്തു അതിനെ തന്നെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ കാര്യത്തിന്റെ കാരണം അത് കാര്യം തന്നെ ആവാൻ പറ്റില്ല. കാര്യത്തിന്റെ കാരണം കാര്യം തന്നെ ആവാൻ പറ്റില്ല. കാരണം ഈ കാര്യത്തിന്റെ മുമ്പേ കാരണം വേണം. ഞാൻ എന്നെ തന്നെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ദൈക്ഷണിക പ്രശ്നങ്ങൾ ഒരുപാട് വരും. ഒന്ന്, ഞാൻ എന്നെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ടാകുന്നതിന്റെ മുന്നേ ഞാനുണ്ടായി എന്ന് പറയേണ്ടി വരും. ഞാൻ എന്നെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ടാകുന്നതിന്റെ മുന്നേ ഞാനുണ്ട് എന്ന് പറയുന്നത് അത് ദൈക്ഷണികമായി തകരാറുള്ള കാര്യമാണ്. അത് അംഹുൽ ഖാലിഖൂൻ. മറ്റൊന്ന്, ഉള്ളതിനെ വീണ്ടും സൃഷ്ടിച്ചു എന്ന മറ്റൊരു പ്രശ്നം വരും. പരിശുദ്ധ ഖുർആൻ പറയുന്ന അംഹുൽ ഖാലിഖൂൻ. അതുകൊണ്ട് ഈ പ്രകൃതി തന്നെയാണ് ഇതിനെ സൃഷ്ടിക്കുന്നത്. പ്രപഞ്ചം തന്നെ പ്രപഞ്ചത്തിന്റെ കാരണം എന്ന് പറയുന്നതിലുള്ള അബദ്ധം ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. പ്രപഞ്ചം തന്നെ പ്രപഞ്ചത്തിന്റെ കാരണമെന്ന് പറയുമ്പോൾ കാര്യം തന്നെ കാരണമാകുന്നു. കാര്യം കാരണമായാൽ ഉണ്ടാകുന്ന തകരാറ് അത് അതിനെ തന്നെ സൃഷ്ടിച്ചു എന്നൊന്ന് വരും. മറ്റൊന്ന്, അത് ഉണ്ടാകുന്നതിന്റെ അത് ഉണ്ടായിരുന്നു എന്നുള്ളൊരു പ്രോബ്ലം വരും. അതുപോലെ തസ്സീലുൽ ഹാസിൽ എന്ന് നമ്മുടെ ഭാഷയിൽ പറയും, ഉള്ളതിനെ വീണ്ടും സൃഷ്ടിക്കുക. ഇതൊക്കെ ബുദ്ധി സമ്മതിക്കാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഖുർആൻ ചോദിക്കുന്ന അംഹുമുൽ ഖാലിഖൂൻ. മറ്റൊന്ന് പറയുന്നു, പ്രകൃതി സൃഷ്ടിച്ചു എങ്കിൽ പ്രകൃതി ആര് സൃഷ്ടിച്ചു എന്നൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ. അം ഖലഖുസ് സമാവാതി വൽ അർദ്. അപ്പോൾ പിന്നെ പ്രപഞ്ചത്തെ നിങ്ങളാണോ സൃഷ്ടിച്ചത്? ഈ ആകാശഭൂമി അടങ്ങുന്ന ഈ പ്രകൃതി പ്രപഞ്ചം തന്നെ പ്രപഞ്ചത്തിന്റെ കാരണമെങ്കിൽ അംഹുമുൽ ഖാലിഖൂൻ ഈ പ്രകൃതി ഇങ്ങനെ നിർദ്ധാരണം ചെയ്തുകൊണ്ട് അങ്ങനെയാണ് സംഭവങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ പ്രത്യക്ഷമായ കാരണത്തിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. പ്രത്യക്ഷമായ കാരണമല്ല, ആത്യന്തിക കാരണത്തിനെ പറ്റിയാണ് പറയുന്നത്. ആദ്യ കാരണത്തിനെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. ഈ പ്രപഞ്ചത്തിന്റെ ആകാശ ഭൂമികളുടെ ഉന്മ ചിന്തിക്കുന്നവർക്ക്, ഇത് എങ്ങനെ, ഇതിന്റെ ഉൽപ്പത്തി, ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് എന്ന് മാത്രമല്ല, വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, ഇവിടെയുള്ള ഈ വൈവിധ്യങ്ങൾ, രാവ് മാറി വരുന്നു, പകല് മാറി വരുന്നു, വൈവിധ്യങ്ങൾ കാണുന്നു. ഈ വൈവിധ്യങ്ങൾ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഈ വൈവിധ്യങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഉന്മ മാത്രമല്ല, ഇവിടെയുള്ള വൈവിധ്യങ്ങൾ. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഭൂമിയിൽ തന്നെ പല പ്രദേശങ്ങളിലായിട്ട് മനുഷ്യരെ തന്നെ എടുക്കാം. ചിലർ നല്ല പൂള പോലെ വെളുത്തവരാണ്. അതേസമയത്ത് ചില പ്രദേശങ്ങൾ വല്ലാതെ കറുപ്പ് നിറമുള്ളവരാണ്. ചില പ്രദേശങ്ങൾ മിക്സ്ഡ് ആണ്. ആരെ പ്രകൃതിക്ക് ഇങ്ങനെ ഇത് പകുത്തു കൊടുത്തത്? അത് അവിടുത്തെ പ്രകൃതിയാണ് അങ്ങനെ ആകാൻ കാരണം എന്ന് നമ്മൾ പറയും. അത് പ്രത്യക്ഷ കാരണമാണ്. ഇവിടുത്തെ പ്രകൃതിയാണ് ഇതിന്റെ കാരണം എന്ന് പറയും. എന്നാൽ പ്രകൃതിക്ക് ഇത് പകുത്തു കൊടുത്തതാര്? ആരാണ് അവിടെ ഇടപെടുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം ഇടപെടുന്ന ആളാരാണ്?
ഈ പ്രദേശത്ത് ഈ നിറം കൊടുക്കുന്നത് ഞാനാണോ നിങ്ങളാണോ? ഒരു സയന്റിസ്റ്റും ഒരാളും അവകാശപ്പെടുന്നില്ലല്ലോ. ആരാണിത്? പ്രകൃതിയാണെന്ന് പറയുമ്പോൾ പ്രകൃതിക്ക് അത് പകുത്തു കൊടുത്തു. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അപ്പൊ പ്രത്യക്ഷ കാരണങ്ങളല്ല, ആത്യന്തിക കാരണങ്ങളുടെ പിന്നാമ്പുറം തിരഞ്ഞ് ആദ്യ കാരണത്തിന് അതിൻ്റെ ഉള്ള ഉത്തരം ഇതാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ദൈവാസ്തിത്വത്തിന്റെ ഒരു തെളി. ഞാൻ അതിന് ചെറിയൊരു ഉദ്ധരണി വായിച്ച് ബാക്കിലുള്ളവർക്ക് വേറെയും വിഷയങ്ങളോട് അവതരിപ്പിക്കുന്നുണ്ട്. ഒരു ചെറിയ ഉദ്ധരണി. നമ്മുടെ പ്രസിദ്ധമായ എവല്യൂഷണറി തിയറിസ്റ്റ്, പരിണാമ സിദ്ധാന്തകനായ വിദഗ്ധനായ ജോർജ് സിംപ്സൺ 1949 അദ്ദേഹത്തിന്റെ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകം ഇറങ്ങിയിരുന്നു. ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുന്നു ദി മീനിങ് ഓഫ് എവല്യൂഷൻ തിയറി എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ അദ്ദേഹം അതിന്റെ 134 പേജിൽ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യ കാരണം അതേത്, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി അവിടെ അതിനെ സംബന്ധിച്ചും ആദ്യ കാരണത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ഒരു വാചകം കാണാം. ദി ഒറിജിൻ ഓഫ് ദി യൂണിവേഴ്സ് ആൻഡ് ദി ഫസ്റ്റ് ലിങ്ക് ഓഫ് കോസാലിറ്റി ഈസ് എ മിസ്റ്ററി. അതൊരു രഹസ്യമാണ്, അതെന്താണെന്ന് പറഞ്ഞുകൂടാ എന്നുള്ള ഒരു വേർഡാണ് അദ്ദേഹം അതിന് ഉദ്ധരിച്ചിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ലെറ്റ് us go to it, അതിന്റെ മുന്നിൽ നമുക്ക് തലകുനിക്കാം എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചത് കാണാം. അതുകൊണ്ട് ഈ ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ബാക്കി ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള സംശയ നിവാരണത്തിന്റെ സമയത്ത് അതിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.